ഹായ് ഹലോ. ഇന്ന് നമുക്ക് നല്ലൊരു മസാല കാബേജിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ചോറിനാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഓയിലും ആയാലും കുഴപ്പമൊന്നുമില്ല, വെളിച്ചെണ്ണ വെച്ചിട്ട് ചെയ്യും കേട്ടോ, ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇനി അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചൂടായി വന്ന എണ്ണയിലേക്ക് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് നന്നായിട്ട് ഇതാ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്തായിട്ട് നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുന്നുണ്ട്. ആ ജീരകം കൂടി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 2 മീഡിയം സൈസുള്ള സവാള ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ സവാള ഇനി നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അതിന് കളറൊന്നും മാറി കിട്ടണം. നമ്മളിപ്പോൾ 1 കപ്പ് കേബേജ് വെച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 മീഡിയം സൈസുള്ള സവാള ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇനി കേബേജിൻ്റെ അളവ് കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് സവാളയുടെ അളവൊക്കെ കൂടുതൽ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് സവാള വഴറ്റിയെടുക്കുന്നത്. എന്നാൽ മാത്രമായിട്ട് നന്നായിട്ട് ഇതിന് വെള്ളമൊക്കെ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പം നമ്മൾ സവാള നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർക്കുന്നത് തക്കാളി കേട്ടോ. ചെറിയൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളൂ, ഒരുപാട് വലുപ്പമൊന്നും എടുത്തിട്ടില്ല. ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത തക്കാളി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ. അതുകൂടി നമ്മളിതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. ഇനി 1-2 പച്ചമുളക്, നമുക്ക് എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് എടുക്കാം കേട്ടോ. അതുകൂടി നമ്മളിത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമുക്കിതിൽ ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. തക്കാളി ഒന്ന് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ഒന്ന് കളർന്ന് മാറി തുടങ്ങുമല്ലോ. നമ്മൾ ഏകദേശം ഒന്ന് തക്കാളി ഒന്ന് കുക്കായിട്ട് കിട്ടി നമുക്ക് മനസ്സിലാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് നമ്മൾ മിക്സാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഉപ്പും കൂടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് തക്കാളി ഒന്ന് കളറൊന്ന് മാറി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇതാ ഏകദേശം തക്കാളിയൊക്കെ ഒന്ന് കുക്കായിട്ട് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്തായിട്ട് നമ്മൾ ഇതിലേക്ക് പൊടി ചേർത്തെടുക്കുന്നു. ഒരുപാട് പൊടികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അതിന് 1/4 ടീസ്പൂൺ മഞ്ഞൾ ചേർക്കുന്നുണ്ട്. അതിന് കൂടുതൽ നമുക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം കേട്ടോ. ഇനി സാധാ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്താൽ മതി, എരിവ് കൂടുതലായി പോകണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇളക്കിയെടുത്തിട്ട് ആ ഒരു പൊടിയുടെ പച്ചമണം ഉണ്ടാവും, അതൊന്ന് മാറി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കേബേജ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ 1 കപ്പ് കേബേജ് ആട്ടോ ചേർക്കുന്നത്. ഏകദേശം നമ്മളിപ്പം എടുത്തു കഴിഞ്ഞാൽ മീഡിയം സൈസുള്ളൊരു കേബേജിൻ്റെ പകുതിയോളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. കേബേജ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഇനി നമ്മൾ ഫ്ലെയിം കുറക്കാൻ പാടില്ല കേട്ടോ. ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കേബേജ് നന്നായിട്ട് കുക്കായി പോകാനും പാടില്ല, എന്നാൽ അത്യാവശ്യം നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയും ചെയ്യണം കേട്ടോ. നമ്മളിപ്പം ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ കേബേജിൽ നിന്ന് വെള്ളം നന്നായിട്ട് ഇറങ്ങി വന്നിട്ട് കേബേജ് നന്നായിട്ട് വെന്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കാം. പെട്ടെന്ന് കുക്കായിട്ട് കിട്ടുകയും ചെയ്യും, എന്നാൽ ഒരുപാട് അങ്ങ് കുക്കായി പോവുകയില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി എടുത്തതിന് ശേഷം ഏകദേശം ഒരു 3/4 ഭാഗമൊക്കെ വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് പൊടികളും കൂടി ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ കേബേജ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടി പിടിക്കാനും ചാൻസ് ഉണ്ട്. കാരണം നമ്മളിത് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്, വെള്ളമൊക്കെ പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആയിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ അടുത്ത് തന്നെ നിന്നിട്ട് ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു പാകത്തിനായി കഴിഞ്ഞാൽ ഒരു ഏകദേശം 3/4 ഭാഗമൊക്കെ വെന്ത് വന്ന് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്തെടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ നമ്മളിതിൽ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടിയാട്ടോ ചേർക്കുന്നത്. നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് അതിൽ വെള്ളം ഒട്ടും ഇല്ലാന്ന് കണ്ട സമയത്ത് വേണ്ടിയിട്ട് നമ്മൾ പൊടികൾ ചേർത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു പൊടിയും കൂടി ഇതിലേക്ക് നമ്മളിതാ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. ഇപ്പം വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഈ ഒരു പാകത്തിന് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സ്മെല്ലൊക്കെ വരും ഈ ഒരു സമയത്ത്. നമ്മളിത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഈ ഒരു സമയത്തും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. എന്നിട്ട് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നമ്മളെ നല്ലൊരു കേബേജിൻ്റെ മസാല റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ ഇതാ നമ്മൾ പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയിലയും കൂടിയും ചേർക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി ഒരുപാട് അങ്ങ് കുക്ക് ചെയ്തിട്ട് ഉടച്ചെടുക്കണ്ട കേട്ടോ. ഈ ഒരു പാകത്തിന് നമുക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന ആ ഒരു പാകത്തിന് വേണം നമ്മൾ ഈ ഒരു കേബേജിൻ്റെ മസാല റെഡിയാക്കി എടുക്കാൻ. വെന്ത ഉടനെ കുഴഞ്ഞു പോകുന്ന ആ ഒരു പാകത്തിന് കേബേജ് കിട്ടാൻ പാടില്ല കേട്ടോ. ഇതാട്ടോ ഇതിൻ്റെ കറക്റ്റ് ഒരു പാകം എന്ന് പറയുന്നത്.
നമുക്ക് ചെറുതായിട്ട് കടിക്കാനും കിട്ടും. എന്നാൽ കേബേജും തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള നമ്മൾ കേബേജിൻ്റെ മസാല റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേബേജ് മസാല റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ. താങ്ക് യു.